ഉള്ളത് അക്രമ ശേഖരൻ്റെ അവിടെയാണ് കേട്ടോ. ഇന്ന് ഇവിടെ വരാനൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്നിവിടെ നോമ്പ് തുറപ്പിക്കലാണ് അക്രമ ശേഖരൻ്റെ ടീം ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ളൊരു ഇഫ്താർ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പോവാം. ഇപ്പോൾ നമ്മൾ ആനയെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശേഖരൻ ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കാനായിട്ടുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആരൊക്കെ നമ്മളടക്കം ഒരുപാട് പേര് വരാനുണ്ട്. കണ്ടില്ലേ അക്രമ ശേഖരൻ ഇഫ്താർ സംഗമം അല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വെളിയങ്കോട് സലീം ഖാൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സലീം ഖാനെ പരിചയപ്പെടാം. അതെ, സലീം ഖാൻ ഇപ്പോൾ ഉള്ളിലാണ്. വന്നതിന് ശേഷം നമുക്ക് പരിചയപ്പെടാം. ഒരുപാട് നമ്മുടെ വീഡിയോയിലൂടെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നമ്മൾ സലീം ഖാനെ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. റാഷിയെ കയറുക. കണ്ടില്ലേ റാഷി അതിഗംഭീരമായിട്ട് നമ്മുടെ ആനയെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. റാഷി ഇവിടെ ഒരു മാസമായില്ലടാ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ സലീം ഖാന്റെ വീട് അടിപൊളിയാ. കുളിക്കാനുള്ള സൗകര്യം, ആനയെ കെടുക്കാനുള്ള സൗകര്യം, ആനയെ ഉറങ്ങാനുള്ള സൗകര്യം, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ കട്ടില് വരെയില്ലേ. മൊത്തത്തില് എല്ലാം കൊണ്ട് പണി കഴിഞ്ഞാൽ കൃഷി ഞങ്ങൾക്ക് വരുമ്പോ കണ്ടത് കൃഷി നിങ്ങളാണോ അത് സലീം ഖാനെ സെറ്റ് എല്ലാരും കൂടി സെറ്റ് സത്യം? പണി കഴിഞ്ഞ് കഴിഞ്ഞാല് രാവിലെ മുതല് ഫ്രീയാ. 10 മണിക്കാഴ്ച ഫ്രീ ആണ്. സലീംക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആനക്കും ടീംസിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സഹകരണം ഉണ്ട്. സലീം ഖാനെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ റാഷി ടീംസ് മൊത്തത്തിലല്ലേ ഓണർ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടുള്ള സഹകരണം കൂടിയാണ്. മൊയിലാളിയും പണിക്കാരൊക്കെ ഹാപ്പിയാ. അതെ, ചക്കരെ മേലെ വെള്ളം അവിടെ നോക്കും സത്യ ഇറക്കടി അവിടെ ഇങ്ങോട്ട് ഓസില്ല. പിന്നെ അതൊക്കെ അവിടെ ഒന്ന് ഉറച്ചിട്ടായി. 2 പുറം കഴിഞ്ഞാ ഇവിടെ നോക്കി ഞാൻ വരയ്ക്കുമ്പോ അഴുക്ക് പോണോ നോക്കി നോക്കും. അഴുക്ക് പോണ്ട് കണ്ടോ? എന്തെങ്കിലും ആനക്കാരിയല്ലേ? ആനക്ക് മനസ്സിലാവുണ്ടാവും ആനക്കാരിയാണ്, പഠിക്കുകയാണ് നമുക്ക്. ആരാ വരുന്നേ? ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. നോമ്പ് തുറക്കാനുള്ള വെള്ളങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഐറ്റംസുകളൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വെളിയങ്കോട് സലീം ഖാൻ്റെ വീട്ടിലാണ്. സലീം ഖാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ വീട്ടിലാണ് നമ്മുടെ അക്രമ ശേഖരന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുള്ളത്. തറിക്ക് തറി, വെള്ളത്തിന് വെള്ളം, കുളിപ്പിക്കാനുള്ള സൗകര്യം, ആനയ്ക്ക് കിടക്കാൻ, ആനക്കാർക്ക് കിടക്കാൻ, വരുന്നവർക്ക് നിൽക്കാനും ഇരിക്കാനും എല്ലാത്തിനും സൗകര്യം. ഇനി വേറെന്താ ആനയെ സംബന്ധിച്ചിടത്തോളം ഇനി വേറെന്താ വേണ്ടേ? എല്ലാ സൗകര്യങ്ങളും ഇദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. സലീം ഖാൻ, എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? നമ്മുടെ അക്രമ ശേഖരന്റെ ഒരു ഇഫ്താർ സംഘടിപ്പിക്കണമെന്ന് നമ്മൾ സൈനുക്ക അതിന്റെ ഉടമ നമ്മളോട് പറഞ്ഞപ്പോൾ ഇന്നൊരു ദിവസം ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഇന്ന് ഇഫ്താർ കഴിഞ്ഞ ഉടനെ തന്നെ നാളെ കൊല്ലത്താണ് പരിപാടി. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ എല്ലാം കൊല്ലം, തിരുവനന്തപുരം അവിടെയാണ്. അപ്പൊ ഇനിയൊരു സമയം കിട്ടൂല എന്ന് വെച്ചിട്ട് പെട്ടെന്നുള്ള ഒരു കുറേ നാളത്തെ ഒരു ആഗ്രഹം, നോമ്പ് തുടങ്ങിയ മുതൽ ഇഫ്താർ വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളോടും പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അവരൊരു ആനക്കാണെങ്കിലും മനക്കാർക്കാണെങ്കിലും ഒരു ഫ്രീ ടൈം ഇന്നായിരുന്നു. അപ്പോൾ നാളെ നേരെ ഇത് കഴിഞ്ഞാൽ നേരെ കൊല്ലത്തേക്ക് വിടുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നൊരു ഇട ദിവസം കിട്ടിയപ്പോൾ സലീം ഖാൻ്റെ വീട്ടിൽ എല്ലാം സെറ്റാക്കി. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ കേട്ടാ. ബാക്കി വിശേഷങ്ങളൊക്കെ വേറെ എന്തെങ്കിലും പറയാനുണ്ട് സലീം ഖാൻ? എന്താണ് ആന ഇവിടെ വന്ന് സലീം ഖാൻ്റെ വീട്ടിലാണല്ലോ പരിപാടിയൊന്നും ഇല്ലാത്ത സമയത്ത് വന്ന് നിൽക്കാറ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇവരെ എങ്ങനെയാണ് കണക്റ്റ് ആയത്? അത് സൈനുക്ക കുറെ കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ ഫ്രണ്ടാണ്. ഇവിടെ പല ഉത്സവങ്ങൾക്കും നേർച്ചകൾക്കൊക്കെ വന്നിട്ട് അപ്പൊ അതിനെ കൊണ്ട് ഇവിടെ വരാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിചയമാണ്. അതിപ്പോ കൂടുതൽ അടുത്ത് ഇപ്പൊ 4 മാസമായിട്ട് സ്ഥിരം ഇവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ അക്രമൽ മോഹനും മറ്റുള്ള ആനകളും ഒക്കെ ഇവിടെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഇനി ഞങ്ങൾ എല്ലാ അക്രമക്കാരുടെ എല്ലാ ആനകളും ഇവിടെ തന്നെ സെറ്റാക്കാനുള്ള പ്ലാനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പടച്ചവൻ വിജയിപ്പിക്കട്ടെ, ആഗ്രഹങ്ങളൊക്കെ നടപ്പിക്കട്ടെ. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തറയും സൗകര്യം എല്ലാം ഉണ്ട്. ആനയ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ലൊക്കേഷനാണ് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണുന്നവർക്കൊക്കെ. അപ്പോൾ നമ്മുടെ നായകൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആരാ ശേഖരനും അതുപോലെ തന്നെ മുതലാളി റിയാസ് ഭായ്, അതുപോലെ ആന ഡ്രൈവറായിട്ടുള്ള മനാഫ്ക, പിന്നെ നമ്മുടെ ഇവിടെ ചുറ്റും ഉണ്ട് കേട്ടോ. ഇതൊക്കെ സെറ്റാണ്, ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ റിയാസ് ബ്രോ, അതായത് അക്രമൽ ശേഖരൻ്റെ മാനേജറായിട്ടുള്ള റിയാസ് ബ്രോ ഉണ്ട് ഇവിടെ. റിയാസ് ബ്രോ, നമുക്ക് ഇന്ന് ഈ ഇഫ്താർ സംഗമം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഇവിടെ വെക്കാം. ഇന്ന് ഇത്രയും ദിവസങ്ങൾ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ കൊല്ലം കോട്ടയം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടിക്കഴിച്ചിട്ട് ഇന്നിവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇങ്ങനൊരു ദിവസത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു സന്തോഷം, എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. നമ്മൾ കുറച്ചായിട്ട് ഇവിടെയാണ് നമ്മൾ ആന കിട്ടുന്നു. അതൊക്കെ ഇവിടുത്തെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മളായിട്ട് അത്രയും സഹകരിക്കുന്നത്, നമ്മളെല്ലാ സഹായത്തിനും ഓടി വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോടൊക്കെ ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ ഒരു നോമ്പ് തുറ എന്നുള്ളതില് സംഗമം വെച്ചതാണല്ലേ. അപ്പോ പലരും ഇതിനെക്കാട്ടി വേണ്ടപ്പെട്ട ആൾക്കാരെ പോലും ചെറുതായിട്ടുള്ള രൂപത്തില് ഇതിനെക്കാട്ടി വേണ്ടപ്പെട്ട ആൾക്ക് പലരും നമുക്ക് വിളിക്കാൻ പറ്റിയില്ല. പെട്ടെന്നുണ്ടായ ഒരു ഇതായോണ്ട് ദിവസങ്ങളും ഇല്ല. കാരണം പലപ്പോഴും നമ്മൾ നാട്ടിലുണ്ടാവലില്ല. അപ്പോ ഇന്നൊരു ദിവസം ഫ്രീ ആയി കിട്ടിയോണ്ട് ചെറിയ രീതിയിൽ പറ്റുന്ന ആൾക്കാർ ഉൾക്കൊണ്ടിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി നാളെ ഇന്നത്തെ കഴിഞ്ഞിട്ട് നാളെ എവിടെയാണ് ഇനി? നാളെ എറണാകുളം ഭാഗത്താണ്. എറണാകുളത്തേക്കാണ്. അപ്പോൾ ശേഖരൻ നാളെ ഇന്നത്തെ ഇവിടുത്തെ നോമ്പ് തുറക്കി കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ പോവോ അതോ നാളെ? ഇന്ന് പുറപ്പെടും അല്ലേ. അപ്പോൾ ഇന്ന് നേരെ കൊല്ലം എറണാകുളം പോവാണ്. അപ്പോൾ ഇവിടെ അക്രമൽ ശേഖരൻ്റെ ടീംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയും പോലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് ഇവൻ്റെ അക്രമൽ ശേഖരൻ്റെ ലോറി ഡ്രൈവറായിട്ടുള്ള വർഷം 2-4 വർഷത്തോളമായിട്ട് സ്ഥിരമാണ് ഇവർ ലോറി ഡ്രൈവറായിട്ട്. ഇവനെ ചുറ്റിയും പറ്റിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഡ്രൈവറാണ്. അപ്പോൾ ആളെയും കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ? മനാഫ്ക, ഹായ്, നമസ്കാരം. അപ്പോൾ നോമ്പിലൊക്കെ ക്ഷീണത്തിലൊക്കെയാണ് അല്ലേ ഇന്ന്? എത്ര വർഷമായി നമ്മുടെ? 2 വർഷമായി അല്ലേ? സോറി, 4 വർഷമല്ല കേട്ടോ, 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ മനോക്കെ ഈ 2 വർഷമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഭയങ്കര മുറുകായിട്ടുണ്ട്. ഞാൻ ഇതിൽ വരാൻ കാരണം ഒരു ഡ്രൈവറായിട്ടല്ല, അക്രമൽ ശേഖരനോടുള്ള ആത്മബന്ധം, ഇതിനോട് ഇടപഴകി ജീവിക്കാനും. ടൂറിസ്റ്റിലായിരുന്നു, പക്ഷെ എനിക്ക് ഇതിനോട് ഇടപഴകണമെങ്കിൽ ഇതാണ് എനിക്കൊരു ചാൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ കൂടെ നിൽക്കുന്നത്. വളരെ സന്തോഷം. ഇതിന്റെ കൂടെയുള്ള നിമിഷം എന്ന് പറഞ്ഞാല് വളരെ ഹാപ്പിയാണ്. വേറെ ഒന്നിലോട്ട് നമ്മൾ പോകില്ല അല്ലേ? ചിന്തയില്ല. വന്നു കഴിഞ്ഞാല് എല്ലാം മറക്കും. പിന്നെ ഇവനാണ് ലോകം. അതെ, പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മള് ആനയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആനയുടെ അടുത്തുണ്ടാവും. വീടും വേണ്ട, നാടും വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ശേഖരം മാത്രം മതി എന്നുള്ള രൂപത്തിലാണല്ലേ ബന്ധാണ്. ആരില്ല ഇപ്പൊ സൈനിക്കാണെങ്കിലും ഇടച്ചട്ടക്കാരൻ ആരും ഇല്ലെങ്കിലും നമുക്ക് വരാം, അടുത്ത് പോവാം, ഭക്ഷണം കൊടുക്കാം, ഒക്കെ ചെയ്യാം. നീര് സമയം അങ്ങനെ സമയത്ത് സാധാരണ അങ്ങനെ ആരും പോവാറില്ല. ഒരു പരീക്ഷണം ചെയ്യാറില്ല അല്ലെ? അങ്ങനത്തെ സമയമാണല്ലോ. അല്ലാത്ത സമയത്ത് ഇപ്പൊ ആരില്ലെങ്കിലും നമുക്ക് കേറിയിട്ട് കൊടുക്കാനും ഒന്നും നമ്മളായിട്ടൊരു പ്രശ്നങ്ങളില്ല. വളരെ സ്നേഹമാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ പരിപാടി സ്ഥലത്തൊക്കെ മനാഫ്ക കൂടെ നിൽക്കാറുണ്ടോ? ഞാന് വണ്ടി നിർത്തിയാലും ഞാൻ ആനന്റെ കൂടെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. കഴുകാനും പിന്നെ
അതേപോലെ ഫുഡ് കൊടുക്കാനും എല്ലാത്തിനും നമ്മളുണ്ടാവും. നമ്മളൊരു ഡ്രൈവറായിട്ട് മാത്രമല്ല ഇതിന്റെ എന്ത് കാര്യങ്ങളിലും മക്കളെ പോലെ അല്ലേ കൂടെ നിർത്തിയിട്ടുണ്ട്. ആനയെ കെട്ടി അടിച്ചിട്ടില്ല എന്ന് മാത്രം അല്ലേ? നമ്മൾ ആനയുടെ കൂടെ തന്നെ. അതെ, ആ സ്നേഹം എന്നോടും കാണിക്കുന്നുണ്ട്, എനിക്ക് ആനയോടും ഉണ്ട് അല്ലേ? അതെ, ഡ്രൈവർ ആണെങ്കിലും ആനയാണെങ്കിലും ആ ഒരു ടീം മൊത്തം ഭയങ്കര ഇഷ്ടം. എനിക്ക് പേഴ്സണലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആനയാണ് ആ ഒരു ടീമിനെ ആണെങ്കിലും ബാക്കി എല്ലാത്തിനും. അപ്പോൾ ഏകദേശം നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട് അല്ലേ? അതെ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ. 3 ചുള്ളന്മാർ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടീം വർക്കിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, ഇവരാണ് കേട്ടോ. അതൊക്കെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 3 കക്ഷികളാണ് ഇവര്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് മക്കളെ സെൻട്രൽ. അപ്പോൾ ഈ ഒരു ടീം വർക്ക് വിജയിപ്പിക്കുന്ന 3 വ്യക്തികളാണ്. മറ്റേ രാശി ബ്രോ, എൻ്റെ പേരെന്താടാ? ജിത്ത്. എൻ്റെ 2 അനിയൻ കുട്ടന്മാർ. എന്താ മോനെ പേര്? സിനാൻ. അപ്പോൾ 3 വ്യക്തികൾ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന ആനശേഖരൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശേഷങ്ങളൊക്കെ നോമ്പ് തുറന്നിട്ട് വന്ന് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടി പോവാണ്. 2 വാക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ ഇവിടെ നടന്ന ചടങ്ങിനെ കുറിച്ച് 2 വാക്ക്. ഏറെ പ്രിയപ്പെട്ടവരെ, കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ആരാധകരുള്ള അക്രമൽ ശേഖരൻ എന്ന് പറയുന്ന വളരെ വൈറലായുള്ള വളരെ പ്രശസ്തനായുള്ള ഒരു ആനയുടെ പേരിൽ ഒരു ഇഫ്താർ ഇവിടെ നടത്തി. ആ ഇഫ്താർ പങ്കെടുത്ത ആ ഇഫ്താർ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സലീം വെളിയങ്കോടിന്, അതുപോലെ തന്നെ സൈനു, എല്ലാവർക്കും ഒരുപാട് അഭിവാദ്യങ്ങളും നന്ദിയും നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.